അങ്ങനെ നമ്മുടെ മീനാക്ഷിയോടും മിത്രയോടും ദേവിയുള്ള സത്യം അങ്ങ് പറയാണേ. അപ്പോഴേക്കും ഗോമതി വന്നിട്ട് ദേവിയുടെ മുടിക്കങ്ങ് കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കും, എടി നീ ഇവിടെ എന്തൊക്കെയാടി കാട്ടിക്കുട്ടിയത്? എന്തൊക്കെ കള്ളങ്ങളാടി പറഞ്ഞിരിക്കുന്നേ? പെരുങ്കൊള്ളി എന്തൊക്കെ പച്ചക്കള്ളാണ് പറഞ്ഞിരിക്കുന്നതെന്നറിയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ദേവി അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നുള്ള ഭാവത്തിൽ നിൽക്കുക. നേരെ ഗോമതി പറയും, നീയും നിൻ്റെ കുടുംബവും ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവി 2 ചെവിയും പൊത്തിയിട്ട് അവിടെ ഇങ്ങനെ ചുമരിൽ ചാരി നിൽക്കുക കേട്ടോ, പേടിച്ചിട്ട്. ഈ ഗോമതിയുടെ മറ്റൊരു മുഖം നിന്റെ തന്തയും തള്ളയും നാളെ കാണും എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ഗോമതി അവിടുന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലേട്ടൻ ഉദയഭാനുവിനെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. കാര്യങ്ങളൊന്നും പറയുന്നില്ല, വരാൻ വേണ്ടിയിട്ട് പറയാട്ടോ. അന്നേരം ഉദയഭാനു ചോദിക്കുമ്പോൾ എന്താ അവിടെ ഫംഗ്ഷൻ ഉണ്ടോന്ന്? ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇയാൾക്ക് ഒരു പേടി ഉണ്ട് കേട്ടോ. അയ്യോ, ഗോമതി സ്റ്റോറിൽ നിന്ന് മോഷ്ടിച്ചതാണല്ലോ, അത് വല്ലതും കണ്ടെത്തിയോന്ന് നല്ല സംശയമുണ്ട് നമ്മുടെ ഉദയഭാനുവിനെ. അങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരു പ്രമോയോടുകൂടി ഇന്നത്തെ പ്രമോ കഴിഞ്ഞു.